നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയെ യമൻ ജയിലിലെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം ഫലം കണ്ടു തുടങ്ങി. എല്ലാം അവസാനിച്ച് നാളെ വധശിക്ഷ കാത്തുകിടന്ന നിമിഷപ്രിയയ്ക്കും രക്ഷിക്കാൻ ഇടപെടൽ നടത്തിയവർക്കും ആശ്വാസ നിമിഷം. വധശിക്ഷ നാളെ നടപ്പിലാക്കില്ല. എങ്കിലും വധശിക്ഷ റദ്ദാക്കാൻ ഇനിയും ശ്രമം തുടരേണ്ടി വരും. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ബന്ധുക്കൾ ബ്ലഡ് മണി വാങ്ങി മാപ്പ് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ബന്ധുക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിൽ സർവ്വസമ്മതനായ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ നിയോഗിച്ചയാളാണ് ചർച്ചയിലുള്ളത്. ബന്ധുക്കളുമായുള്ള ചർച്ചയ്ക്ക് കൂടുതൽ സമയം കിട്ടാൻ വധശിക്ഷ നീട്ടിവെച്ചത് ഗുണമാവുകയും ചെയ്യും. നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനാവുമോ? എന്താണ് വധശിക്ഷ റദ്ദാക്കാൻ പരിശ്രമിക്കുന്നവരുടെ പ്രതീക്ഷ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മജീദ് കക്കാട്, യമനിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ ജവാദ് മുസ്തഫാവി, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MS വേണുഗോപാൽ എന്നിവരാണ് ചേരുന്നത്. യമനിൽ നിർണായകമായ കൂടിയാലോചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുവാൻ ആവശ്യമായ ചർച്ചകളാണ് യമനിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് നടന്ന സംഭവം യമനിൽ വധശിക്ഷ കാത്തുകിടന്ന നിമിഷപ്രിയയ്ക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല, പക്ഷേ വധശിക്ഷ നാളെ നടപ്പിലാക്കാനായിരുന്നു തീരുമാനം. നാളെ വധശിക്ഷ നടപ്പിലാക്കില്ല. വധശിക്ഷ നടപ്പിലാക്കുവാനുള്ള പുതിയ തീയതി പിന്നീട് തീരുമാനിക്കും എന്നാണ്. ഇതിനിടെ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുമായി ചർച്ച നടക്കുന്നുണ്ട്. ഒരു മതപണ്ഡിതൻ ഇടപെട്ടാണ്, നേരത്തെ സൂചിപ്പിച്ചയാൾ ഇടപെട്ടാണ് ഇത്തരമൊരു ചർച്ച നടത്തുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഇത്തരമൊരു ഇടപെടൽ നടത്തിയതും അങ്ങനെ ഒരു മതപണ്ഡിതനെ ചുമതലപ്പെടുത്തിയതും. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്നലെ ചർച്ചയുണ്ടായിരുന്നു, ഇന്നും ചർച്ചയുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിലും ചർച്ച തുടരും. കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളോടാണ് ചർച്ച. ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകുവാൻ അവർ തയ്യാറായാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാകും. നിലവിൽ വധശിക്ഷ റദ്ദായിട്ടില്ല. ബ്ലഡ് മണി സ്വീകരിച്ച് അങ്ങനെ മാപ്പ് നൽകാൻ ഇതുവരെ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ ചർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നത്. പക്ഷേ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആദ്യമായാണ് ബന്ധുക്കളുമായി നേരിട്ട് ചർച്ച നടത്തുന്നത്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഒട്ടേറെ പ്രയത്നങ്ങൾ താങ്കൾ കൂടി നടത്തിയിട്ടുള്ളതാണ് മുൻപ്. ഇപ്പോഴും അത്തരത്തിലുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്രമാത്രം പ്രതീക്ഷയുണ്ട്? ഇവിടെ ബ്ലഡ് മണി സ്വീകരിച്ച് കൊല്ലപ്പെട്ടയാളുകളുടെ ബന്ധുക്കൾ മാപ്പ് നൽകുവാൻ തയ്യാറാകണം. അതിനുള്ള എത്രമാത്രം തടസ്സങ്ങൾ ഇപ്പോഴുണ്ട്? ഇപ്പോഴത്തെ ചർച്ചകളെ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ ഇതിനകത്ത് പൂർണ്ണമായും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉള്ളത്. കഴിഞ്ഞ 5 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഹോട്ട്ലൈൻ സംവിധാനം എന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള അവരുടെ ടീം ഉൾപ്പെടെ ഞങ്ങൾക്ക് സഹായവുമായി മുന്നോട്ട് വരികയും അതിന്റെ കൂടി ഭാഗമായി, അവരുടെ ഹോട്ട്ലൈനിന്റെ കൂടി ഭാഗമായി കൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം എന്ന രീതിയിൽ, അല്ലെങ്കിൽ താൽക്കാലികമായുള്ള ഒരു വലിയ ആശ്വാസം നിമിഷയ്ക്കും കുടുംബത്തിനും ഉണ്ടാകുന്ന രീതിയിൽ നാളെ അവരുടെ എക്സിക്യൂഷൻ നടക്കുന്ന, അവരുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായ പ്രയത്നത്തിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇതിനകത്ത് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രാൻഡ് മുഫ്തി ഉൾപ്പെടെയുള്ള ആളുകൾ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഇക്കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതേസമയം നമുക്ക് വളരെ പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ച ചില ബന്ധങ്ങളും ഉപയോഗിക്കാൻ സാധിച്ച ചില ഹോട്ട്ലൈനുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് വളരെ സക്സസ്ഫുൾ ആയി ചെയ്യാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയും തടസ്സങ്ങൾ ഒട്ടേറെ നിൽക്കുകയാണല്ലോ ശ്രീ സുഭാഷ് ചന്ദ്രൻ. അവിടുത്തെ കോടതികളിൽ നിമിഷപ്രിയയുടെ വാദങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. നിമിഷപ്രിയ ഈ ബിസിനസ് പാർട്ട്ണറായ ആൾ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ തൻ്റെ യാത്രാരേഖകൾ തടഞ്ഞുവെച്ചു, പാസ്പോർട്ട് കൈവശപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് അയാളെ ബോധം കെടുത്തി ആ രേഖകൾ കൈക്കലാക്കി രക്ഷപ്പെടുക എന്നതായിരുന്നു നിമിഷപ്രിയയുടെ ലക്ഷ്യം. ഇക്കാര്യം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതി അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഹയാൻ എന്ന വ്യക്തി.
അവരാണ് ഈ മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കിയതെന്നും വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചതും എന്നുമുള്ള മൊഴിയും നിമിഷപ്രിയ നൽകിയതാണ്. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കുവാൻ യമനിലെ കോടതികൾ തയ്യാറായില്ല. അതുകൊണ്ടാണല്ലോ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തത് പിന്നീട്. അതുമാത്രമല്ല യമൻ ഭരണകൂടവും ആ വധശിക്ഷ നിലവിൽ ശരിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ നിലനിൽക്കെ ബന്ധുക്കൾ അവരും വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ, നിമിഷപ്രിയയാണ് ഈ കൊല നടത്തിയത് എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ ഒരു സുസ്ഥിരമായ ഭരണകൂടമില്ല. അതുകൊണ്ട് ആരുമായിട്ട് ചർച്ച നടത്തും ഇന്ത്യ ഗവൺമെൻറ് എന്നുള്ള തടസ്സമുണ്ട്. അപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ അത് എത്രമാത്രം ഗുണപരമായി ഇപ്പോൾ വന്നിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലൊക്കെ നേരത്തെ ഇടപെട്ട സമയത്തൊക്കെ ഇവരുമായിട്ട് ബന്ധുക്കളുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുവാൻ ഒരു അവസരം കിട്ടിയിരുന്നില്ലല്ലോ. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ ഇത് എത്രമാത്രം സഹായകരമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ചിലപ്പോൾ ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകുവാൻ തയ്യാറായേക്കാം എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത്. ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം, ഞങ്ങൾക്ക് ലഭിച്ച ഇൻപുട്സ് പ്രകാരം ആദ്യമായാണ് ഇന്നലെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വരുന്നത്. ആ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ, കൊല്ലപ്പെട്ട വ്യക്തിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാൾ ഈ ചർച്ചകളുടെ ഭാഗമാകുന്നത് ഇന്നലെ ആദ്യമായാണ്. ഇതിനു മുമ്പ് 5 വർഷമായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും സർക്കാരുകളോടൊക്കെ ഇക്കാര്യങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ മിഷന്റെയും ഒക്കെ സഹായത്തോടു കൂടി അവിടെ ചർച്ചകൾ നടത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തിരുന്നെങ്കിലും ചില വ്യക്തികളിലേക്ക്, ചില ട്രൈബൽ ലീഡേഴ്സിലേക്കോ അല്ലെങ്കിൽ ഇവരുമായി വലിയ അടുപ്പമില്ലാത്ത മറ്റു ചില നേതാക്കളിലേക്കോ മാത്രമാണ് ആ ചർച്ചകൾ എത്തിയിരുന്നത്. പക്ഷേ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന്റെ ഭാഗമായി, അദ്ദേഹത്തിന്റെ അവിടെയുള്ള കൗണ്ടർ പാർട്സിന്റെ ഇടപെടലിന്റെ ഭാഗമായി, അവിടെയുള്ള സൂഫി വര്യന്മാരായ ചില നേതാക്കന്മാരുടെ ഇടപെടലിന്റെ ഭാഗമായി കൃത്യമായി ഈ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയും അവരുമായി ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയും ആ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന വധശിക്ഷ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്, ആ ചർച്ചകൾക്ക് സമയം ആവശ്യമാണ്, ഈ കുടുംബത്തെ കൺവിൻസ് ചെയ്തെടുക്കാൻ വേണ്ടി കൂടുതൽ സമയം ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് യമനി ഭരണകൂടം ഈ നിലവിലുള്ള വധശിക്ഷ മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞങ്ങൾ അതിൽ യമനി ഭരണകൂടത്തിനും അവിടുത്തെ നിയമ സംവിധാനത്തിനും യമനിലെ ജനങ്ങൾക്കും നന്ദി പറയാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഇത്തരം ഒരു തീരുമാനമെടുത്ത തലാലിന്റെ കുടുംബം ഉൾപ്പെടെയുള്ള യമനിലെ എല്ലാ പൗരന്മാരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇനിയുമുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ വേണ്ടി സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ പല ഭാഗത്തു നിന്നും, നമ്മുടെ കേരളത്തിലെയും അതുപോലെ തന്നെ ലോകത്തിന്റെയും മറ്റു പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും ഇത്തരം സഹായ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിമിഷപ്രിയയെ ഈ പറയുന്ന വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ശ്രീ മജീദ് കക്കാട് കൂടി ചേരുന്നുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ മജീദ് കക്കാട്, ഇന്നലെ ചർച്ച നടന്നതിന്റെ വിവരങ്ങൾ വന്നിരുന്നു. ഇന്നും അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ഈ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുമായിട്ട്. അപ്പോൾ അതിൽ എത്രമാത്രം കൂടുതൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ചർച്ചകൾ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന് നിൽക്കുന്ന സ്റ്റേജ് പത്രക്കാരുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാവരും കേൾക്കുകയും ചെയ്തതാണ്. ഏതായാലും ഈ വിഷയത്തില് ഇടപെടലുകൾ വളരെ നേരത്തെ ഈ ആക്ഷൻ കൗൺസിലിന്റെയും ഒക്കെ ഗവൺമെന്റുകളുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള ആഭ്യന്തരമായ ചില പ്രശ്നങ്ങൾ കാരണം നയതന്ത്ര ബന്ധത്തിനുള്ള തരത്തിലുള്ള ഇടപെടലുകൾക്കുണ്ടായ ഒരു പരിമിതികൾ, ആ പരിമിതികൾ എല്ലാവരും ഉൾക്കൊണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന് അടക്കമുണ്ടായ പരിമിതികളുണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റ് നിരന്തരമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, ആക്ഷൻ കൗൺസിൽ ബന്ധപ്പെട്ടതുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെട്ടതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വിഷയമാണ്. എന്നാലും ഇപ്പോൾ അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് അവിടെയുള്ള ഗോത്രവർഗങ്ങളുടെ പ്രാമാണികത്വമാണ്. ഗോത്രവർഗങ്ങളാണ് പല ഇടങ്ങളിലായി അവിടുത്തെ അധികാരങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, അവിടെയുള്ള പ്രാദേശികമായ ആഭ്യന്തരമായ അവസ്ഥ കാരണം നയതന്ത്ര ഇടപെടലുകൾക്ക് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, വ്യക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അവിടുത്തെ ഭരണ സംവിധാനത്തിലില്ല എന്നതാണ് അവിടുത്തെ ഒരു മുഖ്യ വിഷയം. അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ തലാൽ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടാനോ അവരോട് സംസാരിക്കാനോ കഴിയാതെ പോയത്. ഈ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ MLA നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവിടെയുള്ള മതപണ്ഡിതന്മാരുമായി, സൂഫി പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുന്നതും അവർ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു. ആ ചർച്ചയുടെ ഫലമായിട്ട് അവരൊരു പക്ഷെ ആദ്യമായി എടുത്ത നിലപാട് ആ തലാൽ കുടുംബത്തെ ഇതിന്റെ ചർച്ചയുടെ ഭാഗമാക്കി കൊണ്ടുവരാൻ സാധിക്കുക എന്നതാണ്
അവർ ഒന്നാമതായി ലക്ഷ്യവെച്ചിട്ടുണ്ടാവുക. അതിൽ അവര് പ്രഥമ ഗ്രൗണ്ടിൽ അവർ വിജയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ ആളുകൾ, അവിടെയുള്ള മതപണ്ഡിതന്മാരെ കൂടുതൽ ചർച്ചയും അതുപോലെയുള്ള ഇടപെടലുകളും ഇനിയും സങ്കീർണമായി ഇതിലുണ്ടാകുമെന്ന് നമുക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. അതായത് കൊല്ലപ്പെട്ട തലാൽ മെഹദിയുടെ ബന്ധുക്കളുമായിട്ടുള്ള ചർച്ച ആദ്യമായിട്ടാണ് നടക്കുന്നത്, നേരിട്ടുള്ള ചർച്ച. അവരാണല്ലോ തീരുമാനമെടുക്കേണ്ടത് ബ്ലഡ് മണി സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. ഇപ്പോൾ ഈ അവസാന മണിക്കൂറിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഇതിനു മുൻപ് നേരിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല അല്ലേ? പലതും ഊഹാപോഹങ്ങളായിരുന്നു. അതെ, അവരുടെ കുടുംബങ്ങളുമായിട്ട് നേരിട്ടൊരു ചർച്ച നടന്നതായിട്ട് നമ്മളാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. കുടുംബങ്ങൾ ഈ വിഷയത്തിൽ ഭാഗവാക്കാകാൻ തയ്യാറായി വന്നതായും വിവരങ്ങൾ നമ്മുടെ കയ്യിലില്ല. ആരെങ്കിലുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും അങ്ങനെ ഒരു വിവരം നമ്മുടെ മുമ്പിലില്ല. അപ്പൊ കുടുംബങ്ങളെ ഇതിലേക്ക് ബന്ധപ്പെടുത്തുക എന്ന ഒരു പ്രാഥമിക റൗണ്ടിൽ അവിടെയുള്ള ഈ പ്രാമാണികമായ മതനേതൃത്വവും സൂഫി നേതൃത്വവും വിജയിച്ചു എന്നാണ് ഈ വധശിക്ഷ നീട്ടിവെച്ചതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇനിയും കൂടുതൽ ചർച്ചകൾക്ക് അവസരം കിട്ടാൻ വേണ്ടിയായിരിക്കാം ആദ്യ റൗണ്ടിൽ അത് സാധിപ്പിച്ചെടുത്തത് എന്നാണ് മനസ്സിലാകുന്നത്. എന്ന് മാത്രമല്ല, ഇതില് ഈ ഇടപെടലിന്റെ ഭാഗമായുള്ള ഈ വധശിക്ഷയുടെ മരവിപ്പിക്കൽ നീട്ടിവെച്ച ഒരു സന്ദർഭത്തില് ഇനിയും ആ കുടുംബത്തിലെ, ഒരുപക്ഷെ ഈ തലാൽ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാനുണ്ടാകും. ഒന്നോ രണ്ടോ ആളുകളാകും എന്ന് തോന്നുന്നില്ല. എങ്കിൽ ആ കുടുംബക്കാരുടെ മുഴുവൻ ആളുകളുടെയും സമ്മതവും കാര്യങ്ങളും വാങ്ങിക്കൊണ്ട് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ സാധിക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി, ഇപ്പോൾ ശ്രീ ജവാദ് മുസ്തഫ കൂടിയുണ്ട്, യമനിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. ശ്രീ ജവാദ്, നിലവിലെ തടസ്സങ്ങൾ എന്തൊക്കെയായിരുന്നു? അതൊന്ന് വിശദീകരിക്കാമോ? താങ്കൾ യമനിൽ പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണല്ലോ. എന്റെ ശബ്ദം ക്ലിയർ അല്ലേ? അത് കേൾക്കാം. ഓക്കെ, യമനിൽ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, നിലവിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സിസ്റ്റം അല്ല യമനിൽ വർക്ക് ചെയ്യുന്നത്. സൗത്ത് യമന് പഴയ ഔദ്യോഗിക ഗവൺമെന്റിന്റെ കീഴിലാണ് സൗത്ത് യമനെങ്കിൽ നോർത്ത് യമൻ ഹൂത്തി അധിനിവേശ പ്രദേശമാണ്. അപ്പൊ ഇതില് ഈ തലാലിന്റെ നാടായ ദമർ എന്ന് പറയുന്നത് ഹൂത്തി അധിനിവേശ പ്രദേശമായ സെന ക്യാപിറ്റലായിട്ട് പ്രവർത്തിക്കുന്ന ഹൂത്തി ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പൊ അവിടെ ഈ രണ്ട് സ്ഥലത്താണെങ്കിലും നമ്മുടെ എംബസികളില്ല, അല്ലെങ്കിൽ നയതന്ത്ര പ്രോപ്പറായിട്ടുള്ള മറ്റ് ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങളില്ല. അപ്പൊ ഒരു രാജ്യത്തിന് ഔദ്യോഗികമായ സംവിധാനങ്ങളിലൂടെ അവിടെയുള്ള കോടതി വ്യവഹാരങ്ങളിൽ ബന്ധപ്പെടുക എന്നുള്ളത് അങ്ങേയറ്റം ദുഷ്കരമായ, സാധ്യമല്ലാത്ത ഒന്നാണ് എന്ന് തന്നെ പറയാം. അപ്പൊ അവിടെയാണ് കാന്തപുരം ഉസ്താദിന്റെ ഈ ഒരു നീക്കം വളരെ നിർണായകമാകുന്നത്. കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ യമനുമായിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇപ്പൊ ഞാൻ അവിടെ പഠിക്കാൻ പോകുന്നത് 2013 അതിന്റെയും ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പ് യമനിലെ ഗവൺമെന്റിന്റെ വിശിഷ്ടാതിഥിയായി അവരുടെ ഗ്രാൻഡ് മോസ്കിന്റെ ഇനാഗ്രേഷന് വിശിഷ്ടാതിഥിയായി അവർ ക്ഷണിച്ചത് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരം ഉസ്താദിനെയായിരുന്നു. അപ്പൊ അവിടെ അത്രയും സ്വാധീനമുള്ള ഒരു ഇന്ത്യൻ നേതാവാണ് കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് അവിടെ പോകുമ്പോൾ നമ്മളെ ആളുകൾ അഡ്രസ് ചെയ്യാൻ 2 രൂപത്തിലാണ് നമ്മളോട് ചോദിക്കുക. നിങ്ങൾക്ക് ഷാറൂഖ് ഖാൻ അറിയുമെന്ന് ചോദിക്കും, ഷെയ്ഖ് അബൂബക്കറിന് അറിയുമെന്ന് ചോദിക്കും. ഷെയ്ഖ് അബൂബക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാന്തപുരം ഉസ്താദ്. അപ്പൊ അത്രയും സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇപ്പം അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഇടപെട്ട ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്ന സൂഫി നേതാവ് ലോകത്ത് തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മുസ്ലിം നേതാവാണ്. കാന്തപുരം ഉസ്താദുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് 2004 മലപ്പുറം മഹ്ദിൻ അക്കാദമിയുടെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഖലീലുൽ ബുഖാരി തങ്ങൾ നടത്തുന്ന മഹ്ദിൻ അക്കാദമിയുടെ ശിലാസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം പല ഘട്ടങ്ങളിൽ ഇപ്പൊ നോളജ് സിറ്റിയിലെ ജാമി ഉൽ ഫുത്തുഹ് എന്ന് പറയുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു. അതിനുശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അസുഖബാധിതനായതിനു ശേഷം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി മാത്രം വളരെ അപൂർവമായിട്ട് അന്താരാഷ്ട്ര യാത്രകൾ ചെയ്ത ഒരാളാണ് ഹബീബ് ഉമർ. യമനിലെ രാഷ്ട്രീയ കാലാവസ്ഥയും നമുക്കറിയാലോ, പുറത്തൊക്കെ പോകാനുള്ള പ്രയാസങ്ങള്. കാന്തപുരത്തെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു. അത്രയും അഭേദ്യമായ ബന്ധമുള്ള, അത്രയും ആഴത്തിലുള്ള സൗഹൃദമുള്ള ഒരാളാണ് കാന്തപുരം ഉസ്താദിൻ ഹബീബ് ഉമർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം കൂടി ഇടപെടുന്നതോടുകൂടി ഇതിലൊരു പ്രശ്നം, ഇപ്പോ ഇത് അവിടെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം ഇതിലുണ്ട്. ഈ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ യമനില് ഈ ദമർ പോലെയുള്ള ഉത്തര യമൻ പ്രവിശ്യകളില് അവരുടെ ഇടയിലുള്ള എന്ത് തന്നെയാണെങ്കിലും ഇതൊരു ക്രൂരമായ കൊലപാതകം ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആളിക്കത്തുന്ന വിഷയം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു അവിടെയുള്ള യുവാക്കളുടെ, ആ പ്രദേശത്തുള്ള ആളുകളുടെ. അപ്പൊ അവര് ഞങ്ങളുടെ സഹോദരന് നീതി വേണം, രക്തത്തിന് പകരം ചോദിക്കണം, ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു വൈകാരിക വിഷയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇടപെട്ട ആളുകൾക്ക്
ഈ കുടുംബവുമായിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവിടെയാണ് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലോടുകൂടി അവിടെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സൂഫി ലീഡർ ഈ വിഷയത്തിൽ ഇടപെടുന്നു. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ഹബീബ് ഉമർ എന്ന് പറയുന്നത് യമനിലെ സർവ്വസമ്മതനായിട്ടുള്ള ഒരു സൂഫി നേതാവാണ്. ഇനി ഇവിടെ ഈ ഹൂത്തി ഗവൺമെന്റ് ആണെങ്കിലും ആ പ്രദേശത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ, ജനങ്ങൾ എന്ന് പറയുന്നത് സൂഫി സുന്നി വിശ്വാസികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹബീബ് ഉമറിന്റെ ഇടപെടലുകൾ അതിൽ വലിയൊരു പ്രതീക്ഷയായി മാറുകയും അവിടെയുള്ള ആളുകളുടെ ഈ വൈകാരികമായ ഒരു വിക്ഷോഭങ്ങളെ ക്ഷമിപ്പിക്കാനും ഒരു ചർച്ചയിലേക്ക് വഴി തുറക്കാനുമുള്ള ഹബീബ് ഉമറിന് അതിന് സാധിച്ചു. അങ്ങനെയാണ് വധശിക്ഷ ഇപ്പോൾ നീട്ടിവെപ്പിച്ചതും ഇതേ ഇടപെടലാണോ? തീർച്ചയായും തീർച്ചയായും. ഇപ്പൊ 2 ദിവസം ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം, അവിടെയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് അറിഞ്ഞിടത്തോളം, കാന്തപുരം ഉസ്താദ് ഇവിടെ നിന്ന് ഹബീബ് ഉമറിന് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു ഫോൺ കോളിലൂടെയാണ്. പിന്നീട് കത്തയക്കുന്നു. അപ്പോൾ തന്നെ അവരിതിന്റെ നീക്കങ്ങൾ ആരംഭിക്കുന്നു. അന്ന് രാത്രി തന്നെ ഹബീബ് ഉമർ അവരുടെ ഒഫീഷ്യൽ, അദ്ദേഹത്തിന്റെ സഹോദര പുത്രനും അദ്ദേഹത്തിന്റെ ദാറുൽ മുസ്തഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് റെക്ടറുമായിട്ടുള്ള അബ്ദുറഹ്മാൻ അലി അൽ മഷ്കൂറിനെ ഈ ദമാറിലേക്ക് അയക്കുകയാണ്. തെരീമിൽ നിന്ന് ഏകദേശം 15 മണിക്കൂറിലധികം ദൂരമുണ്ട് ദമാറിലേക്ക്. അവിടേക്ക് അന്ന് രാത്രി തന്നെ അയക്കുകയും പിറ്റേ ദിവസം രാവിലെ മുതൽ സജീവമായ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ വൈകുന്നേരം വരെയും ഇവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് മുതിർന്ന ആളുകളൊക്കെയും ദിയാമണിക്ക് പകരമായിട്ട് മോചനം നൽകാമെന്ന് സമ്മതിക്കുമ്പോൾ അവരുടെ സുഹൃത്തുക്കളും മറ്റൊക്കെ ആയിട്ടുള്ള യുവാക്കളുടെ നേതൃത്വത്തിൽ അതിൽ പ്രതിഷേധം വരുന്നു. ആ ഘട്ടത്തിൽ ഹബീബ് ഉമർ മറ്റൊരാളെ കൂടി ചർച്ചയിലേക്ക് ഇറക്കുകയാണ്. ഇപ്പൊ ഹബീബ് ഉമറിന്റെ തന്നെ സൂഫി ഓർഡറിലുള്ള ഒരു ശിഷ്യനായിട്ടുള്ള ജസ്റ്റിസ് അമീൻ മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റിലെ, ദക്ഷിണ യമനിലെ ഹുദൈദ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. അദ്ദേഹം വലിയൊരു പ്രത്യേകത, ഈ കൊല്ലപ്പെട്ട തലാലിന്റെ ഉമ്മയുടെ അമ്മാവന്റെ മകൻ കൂടിയാണ്. അവരുടെ ബന്ധു കൂടിയായ ഹബീബ് ഉമറിന്റെ ഒരു ശിഷ്യനെ അടിയന്തരമായിട്ട് ഈ യോഗ സ്ഥലത്തേക്ക് എത്തിക്കുകയും ബന്ധു കൂടിയായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഏകാഭിപ്രായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അത് ഇന്നലെ രാത്രി തന്നെ വിജയകരമാവുകയും സാധാരണഗതിയിലുള്ള കോടതി നടപടികൾക്ക് പോലും അപ്പുറം ഇന്നലെ രാത്രിയാണ് കോടതി ശരിക്കും ഈ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇതിൽ വളരെ ഒരു രാജ്യം പോലും അനിശ്ചിതമായി കിടക്കുമ്പോൾ ചർച്ചയിലും ജഡ്ജി കൂടി ഉൾപ്പെടുന്നുണ്ടല്ലേ? ചർച്ചയിൽ ഈ ഒത്തുതീർപ്പ് ചർച്ചയിൽ ജഡ്ജി കൂടി ഉൾപ്പെട്ട ഒരു ചർച്ചയാണ് അല്ലേ? അതെ, സന ജിനായത്ത് കോടതിയിലെ ജഡ്ജിയും അതിനുശേഷം ഇവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു സ്റ്റേറ്റിലുള്ള ജഡ്ജിയെയും കൂടി ഈ ഹബീബ് ഉമർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവർ ഇന്നലെ തന്നെ ഇതിൽ ആദ്യം കാന്തപുരം ഉസ്താദിന്റെ ഈ ചർച്ചകൾ ഇവരെ കുറെ കൺവിൻസ് ചെയ്യാനുണ്ട്, വൈകാരികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് കാന്തപുരം ഉസ്താദിന്റെ ഒരു അഭ്യർത്ഥന പോകുന്നു. ഈ ചർച്ചകൾക്ക് സമയം വേണം, വധശിക്ഷ മരവിപ്പിക്കുകയെങ്കിലും വേണം എന്ന ആവശ്യം കോടതി ഇന്നലെ രാത്രി തന്നെ സജീവമായി പരിഗണിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ മുൻ പ്രസിഡന്റ് അബ്ദുള്ള സ്വാലിഹ് ആണെങ്കിലും ഇവരൊക്കെ ആയിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധം, വ്യക്തിപരമായ ഒരു സൗഹൃദം കൂടി കാന്തപുരം ഉസ്താദിനുണ്ടായിരുന്നു. യമനിലെ ഒരു കാര്യം കൂടി ജവാദ്, കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നു ഒരു ഷെയ്ഖിന്റെ സഹായം ഇക്കാര്യത്തിൽ ഉണ്ട് ഈ ചർച്ചകൾക്ക് എന്ന്. അത് ഉദ്ദേശിക്കുന്നത് ഹബീബ് ഉമറിനെ തന്നെയാണോ? ഷെയ്ഖ് ഹബീബ് ഉമറിനെയാണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെയൊക്കെ വ്യക്തിപരമായ സുഹൃത്തുക്കളിലൂടെ, അവരുടെ കുടുംബങ്ങളിലും നാട്ടിലുമൊക്കെയുള്ള ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരുപാട് സുഹൃത്തുക്കളിലൂടെ കേരളത്തിൽ നിന്ന് കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകളും അതിനെ തുടർന്ന് അവരുടെ നീക്കങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവരുടെ കുടുംബങ്ങളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തയ്യാറാകുന്നത്. ഹബീബ് ഉമർ എന്ന ഷെയ്ഖിന്റെ ഇടപെടലിലൂടെയാണ്. ഇതുവരെ ഗവൺമെന്റിന് ആ കുടുംബമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അത് ആദ്യമായിട്ട് അതിനുള്ള അവസരം ലഭിക്കുന്നത് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലോടുകൂടി തന്നെയാണ്. അതിൽ കേന്ദ്ര സർക്കാരും അതിലുണ്ടല്ലേ? ഒരു റോൾ കേന്ദ്ര സർക്കാരിനും ഉണ്ട് അല്ലേ? പിന്നെ ചാണ്ടിയുമ്പൻ MLA ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഗവർണറെ കണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തല്ലോ, കേരള ഗവർണർ. ഇവരുടെയൊക്കെ ഇടപെടലുണ്ടോ? ഇവരെല്ലാം ഷെയ്ഖ് ഹബീബ് ഉമറുമായിട്ട് സംസാരിക്കുന്നുണ്ടോ? അല്ല, ഹബീബ് ഉമർ ഇതിൽ പ്രധാനമായിട്ടും റോൾ വഹിച്ചിട്ടുള്ളത്. ഇതിലെ പ്രശ്നം ഇപ്പൊ നമ്മൾ ഇതൊരു കോടതി വിധിച്ചു കഴിഞ്ഞു, വധശിക്ഷ വിധിച്ചു. ഇനി ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക ആ കുടുംബത്തിന്റെ മനസ്സ് മാറുക, അവര് ബ്ലഡ് മണിക്ക് പകരമായിട്ട് മാപ്പ് നൽകുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഭരണകൂടത്തിന് ഒരിക്കലും സ്വാഭാവികമായിട്ട് സ്റ്റേറ്റിന് പരാതിക്കാരിയെ നിർബന്ധമായിട്ട് നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഗവൺമെന്റ് ഇടപെട്ടത് കൊണ്ടും യമനിലെ ഗവൺമെന്റിന് ആ കുടുംബത്തോട് നിങ്ങൾ ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് കൊടുക്കണം എന്ന് അധികാരപൂർവ്വം പറയാനുള്ള അവസരം ഇതിലില്ല. അപ്പൊ ഇതിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ് ഒരു സൗഹൃദപൂർവമായ നീക്കം. കാന്തപുരം ഉസ്താദിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ യമനിലുള്ള ഹബീബ് ഉമറിന്റെ സൗഹൃദം ഉപയോഗിച്ച് കുടുംബത്തോട് ഒരു അനുനയ ചർച്ച നടത്തുന്നു. ഇതിൽ തീരുമാനം എടുക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് കുടുംബമായിരുന്നു. ആ കുടുംബത്തെ കൊണ്ട് ഇങ്ങനെ ഒരു അനുനയത്തിലേക്ക് എത്തിക്കാൻ പറ്റി എന്നതാണ് ഇതിൽ കാന്തപുരം ഉസ്താദിന്റെ ഏറ്റവും വലിയ ഒരു വിജയം. അങ്ങനെ എത്തിയിട്ടുണ്ടോ ശ്രീ ജവാദ്? അങ്ങനെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഇപ്പോൾ?
തീർച്ചയായും ഞാനിപ്പോ ഇവിടെ നിന്ന് മർക്കസിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള മീഡിയകളിൽ നിന്നുള്ള അറിയിപ്പുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവരിതുവരെ ഒഫീഷ്യലി ഔട്ട് ചെയ്തത് ഈ വധശിക്ഷ മരവിപ്പിച്ച നാളത്തെ ശിക്ഷ മരവിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ യമനിലുള്ള സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ആ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ സന്നദ്ധരാവുകയും അതുമായി ബന്ധപ്പെട്ട് അത് എത്രയാണ് തുടങ്ങിയ ചർച്ചകളൊക്കെ കാന്തപുരം ഉസ്താദിന്റെ പ്രതിനിധി സംഘങ്ങളുമായി അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തൊട്ട് മുമ്പ് അതൊരു വലിയ വാർത്തയാണല്ലോ. അപ്പോൾ ജവാദ്, അതൊരു വലിയ വാർത്തയാണല്ലോ. അവർ ബ്ലഡ് മണി സ്വീകരിക്കാൻ ആ കുടുംബത്തിലെ കുറച്ചു പേർക്ക് വിസമ്മതമുണ്ടായിരുന്നു എന്നായിരുന്നു ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ വരെയും വന്ന റിപ്പോർട്ടുകൾ. അത് മർക്കസിൽ നിന്നും അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവർ എല്ലാവരും സമ്മതിച്ചു, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണോ? ഇനി എത്ര പണം എന്നുള്ളതിലെ ഇനി ഒരു ചർച്ചയുള്ളൂ എന്നുള്ളതാണോ? തീർച്ചയായും അതിൽ അങ്ങനെ ഞാൻ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുകയില്ല. ഞാൻ അവിടെ നിന്ന് എനിക്ക് സൗഹൃദത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് അവര് കാന്തപുരം ഉസ്താദിന്റെ അഭ്യർത്ഥന മാനിക്കാൻ തയ്യാറാണ്. ഇതിൽ ഒരുപാട് മുമ്പ് തന്നെ എന്റെ ചില സുഹൃത്തുക്കളോട് ഞാൻ പങ്കുവച്ചിരുന്നു, ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിനാണ്. കാരണം അത്രയും സ്വാധീനമുള്ള ഒരാളാണ്. അപ്പൊ അത് ഗുണം ചെയ്യുന്നു എന്ന് തന്നെയാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ ഡോക്യുമെന്റേഷൻ വർക്കുകൾ കഴിഞ്ഞ് ഒഫീഷ്യലി കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ സ്വാഭാവികമായിട്ടും അവർ പുറത്തു വിടുമായിരിക്കും അത്തരം കാര്യങ്ങൾ. ശരി സുഭാഷ് ചന്ദ്രൻ, അതൊരു നല്ല വാർത്തയാണല്ലോ. ഇപ്പോൾ ജവാദിന് അവിടെ വലിയ ബന്ധങ്ങൾ ഉള്ളതാണ്, അദ്ദേഹം അവിടെ പഠിച്ചയാളാണ്, മാത്രമല്ല അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുഭാഷ് ചന്ദ്രൻ, ഇങ്ങനെ ഒരു വാർത്ത എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ, വലിയൊരു ആശ്വാസമാണല്ലോ. അവർ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ്. തീർച്ചയായും ഇക്കാര്യത്തിനകത്ത് ഞങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷൻസ് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായ ഒരു തീരുമാനം എത്തുന്നത് വരെ അക്കാര്യങ്ങൾ പുറത്തു പറയുന്നതിൽ ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ പിന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന മർക്കസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഇക്കാര്യങ്ങൾ ഞങ്ങളുമായി സംസാരിക്കുന്ന ആളുകളുടെ അന്തിമമായ ഒരു തീരുമാനത്തിന് വിധേയമായിക്കൊണ്ട് മാത്രമേ മാധ്യമങ്ങളുമായി ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ വളരെ പോസിറ്റീവായ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായും വളരെ അടുത്ത ദിവസങ്ങൾക്കകത്ത് തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത മണിക്കൂറുകളിലോ അടുത്ത ദിവസങ്ങളിലോ നമുക്ക് ഇക്കാര്യത്തിനകത്ത് ഒരു അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ശരിയാണ്, അതൊരു വലിയ വാർത്തയാണ്. എന്തായാലും ബ്ലഡ് മണി സ്വീകരിക്കാൻ ഈ തലാൽ മെഹദിയുടെ കുടുംബം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര രൂപയാണ് ബ്ലഡ് മണി ആയിട്ട് കൊടുക്കേണ്ടത് എന്നതിലൊരു തീരുമാനം വരികയും അത് സ്വരൂപിക്കാൻ ആവശ്യമായ നടപടികളായി കഴിഞ്ഞിട്ടുണ്ട്. ബ്ലഡ് മണി സ്വരൂപിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുണ്ട്, ഒട്ടേറെ സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഒഴിവായി കിട്ടും. അതിനി നിയമ നടപടികൾ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഷാബു പ്രസാദ്, എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു, പക്ഷേ അവസാനം ഗവൺമെന്റിന് പറയേണ്ടി വന്നു ഇത് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഒരു ക്ലോസ് ഇട്ടിരുന്നു, ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഷെയ്ഖിന്റെ കാര്യവും പറഞ്ഞിരുന്നു. അപ്പോൾ കാന്തപുരവുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് പോകുന്നുണ്ട്, ചെയ്യുന്നതിന്റെ പരമാവധി ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അവിടുത്തെ സുസ്ഥിരമായ ഒരു ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് നെഗോസിയേഷൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ്. അല്ല സർ, വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ശുഭോദർക്കുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് നോക്കൂ, ഇപ്പം രാജ്യത്തിനൊരാവശ്യം വന്നു, രാജ്യത്തിൻ്റെ ഒരു പൗരൻ ഒരിടത്ത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അവിടെ പിന്നെ വേറെ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ മതജാതി വ്യത്യാസങ്ങളോ ഒന്നുമില്ല. അത് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ലോകം, ഭാരതം ഇതിനു മുമ്പ് തെളിയിച്ചതാണ് ഒരു മാസം മുമ്പ്. അതേപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ രാജ്യത്തിനൊരാവശ്യം വന്നിരിക്കുന്നു. നമ്മുടെ ഒരു പൗരൻ മറ്റൊരു രാജ്യത്ത് ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനെ നേരിടുമ്പോൾ അവിടെ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന എല്ലാ പോസിബിലിറ്റിയും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ഗവൺമെന്റ് നെഗോസിയേഷൻ നടക്കില്ല, അങ്ങനൊരു ചർച്ച നടക്കില്ല. അവിടെ ഉള്ളത് വളരെ കർശനമായ രീതിയിലുള്ള മത നിയമങ്ങൾ പിന്തുടരുന്ന ഒരു ഭരണകൂടമാണ്. അവിടെ അവരോട് ആ ലാംഗ്വേജിൽ തന്നെ, അതേ വൈബിൽ, അതേ വേവ് ലെങ്തിൽ തന്നെ സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികൾ തന്നെ സംസാരിക്കണം, എങ്കിലേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടായ റിസൾട്ടാണിത്. ഇത് ഒരുപാട് തീർച്ചയായിട്ടും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ പരിശ്രമങ്ങളെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ, നമുക്കത് ബഹുമാനിക്കാതെ വയ്യ. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ആക്ഷൻ കൗൺസിൽ വിചാരിച്ചാലും പണം സ്വരൂപിക്കാം എന്നല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെയുള്ള ഒറ്റ ഓപ്ഷൻ, അതെന്തായാലും കാന്തപുരത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടായത് തന്നെ വലിയ കാര്യമാണ്. അല്ല മഞ്ജുഷേ, നമ്മൾ അങ്ങനെ പോലും തോന്നേണ്ടത്, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. നിവർത്തികേട് കൊണ്ട് ചെന്നു എന്നുള്ളതല്ല, അതൊരു വലിയ ഓപ്ഷനാണ്.
അതൊരു വലിയ സാധ്യതയാണ്, വലിയൊരു ഓപ്ഷനാണ്. ഇവിടെ ആ യുവതിയുടെ ജീവനാണ് പ്രധാനം. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിനെ ആ രീതിയിൽ കൊണ്ടുപോകേണ്ട കാര്യമേ ഇല്ല. വേറെ അവസാനം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ അവർ വന്ന് കാന്തപുരത്തിന് അവരുടെ നിവൃത്തിയില്ലാഞ്ഞിട്ട് വന്ന് നെവർ നെവർ നെവർ. അതൊരു 100% പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു വലിയ കരുത്താണത്. ആ കരുത്താണ് നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പം അതാ പറഞ്ഞത്, രാജ്യത്തിനൊരാവശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ മതവ്യത്യാസങ്ങളും മറന്ന് ശ്രീമാൻ ഒവൈസിയൊക്കെ എത്ര വീറോടുകൂടിയാണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പൊരുതിയത് ഓരോ രാജ്യങ്ങളിൽ ചെന്നിട്ട്. അതുപോലെയുള്ളൊരു സിറ്റുവേഷനാണിത്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മുടെ ഒരു പൗരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അതിശക്തമായ ഒരു ഇടപെടലാണ്. ശരിയാണ്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഈ ബ്ലഡ് മണി അത് സ്വരൂപിക്കുന്നതിൽ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ ഇല്ലേ? ഇപ്പോൾ എത്രയാണ് എന്ന് വെച്ചാലും അത് കൊടുക്കുവാനുള്ള ഒരു സമാഹരണം നടന്നിട്ടുണ്ട് അല്ലേ? ബ്ലഡ് മണി ഇപ്പോൾ നമ്മൾ സമാഹരിച്ച് കയ്യിൽ വെച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ ഓഫറുകൾ ഞങ്ങൾക്കുണ്ട്. നേരത്തെ ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്ന റഹീമിന്റെ മോചനത്തിന് വേണ്ടി അന്ന് സമാഹരിച്ച റഹീം ട്രസ്റ്റ്, അവരുടെ കയ്യിൽ ബാക്കിയുള്ള ഏതാണ്ട് 11 കോടി രൂപയോളം അവരുടെ കയ്യിൽ ബാക്കിയുണ്ട്. അതിൽ നിന്ന് ആവശ്യമായ പണം നിമിഷപ്രിയയുടെ മോചനത്തിന് ആവശ്യമെങ്കിൽ തരാൻ വേണ്ടി തയ്യാറാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുമായി ഞങ്ങൾ ഔദ്യോഗികമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർ അക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ MA യൂസഫ് അലി നേരത്തെ തന്നെ മാധ്യമങ്ങളോട് 1 കോടി രൂപ വരെ അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ ട്രസ്റ്റിൽ നിന്ന് 1 കോടിയോളം രൂപ അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ വിവിധ വ്യവസായ പ്രമുഖരും വ്യാപാരികളും മലയാളികളായിട്ടുള്ള പ്രമുഖരായ ആളുകൾ ഇത്തരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന ഒരു ക്രൗഡ് ഫണ്ടിലൂടെ ആവശ്യമെങ്കിൽ കൂടുതൽ ധനസമാഹരണം നടത്താൻ സാധിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ, വിവിധ രാജ്യങ്ങളിലെ വിവിധ ഇന്ത്യൻ ഡയസ്പോറകൾ, ആ രാജ്യങ്ങളിലെ മലയാളി സംഘടനകളൊക്കെ ഈ സഹായ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ലോക കേരള സഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പൊ ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഒരു ചെറിയ സമയത്തിനകത്ത് റഹീമിന്റെ മിഷൻ എങ്ങനെയാണോ നമ്മൾ പൂർത്തിയാക്കിയത് അതേ വേഗതയിൽ ഈ മിഷനും പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. അതിനാവശ്യമായ റിസോഴ്സുകളെല്ലാം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ അന്തിമമായിട്ടുള്ള തീരുമാനം, ദയാധനത്തെ സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനം ഈ കുടുംബമാണ് തീരുമാനിക്കേണ്ടത്. അതിനകത്തും വേണമെങ്കിൽ ശരിയായ നിയമപ്രകാരം കുടുംബത്തിന് പണം സ്വീകരിക്കാതെ വേണമെങ്കിൽ മാപ്പ് നൽകാവുന്നതാണ്. വേണമെങ്കിൽ നോമിനൽ ആയിട്ടുള്ള 1 റിയാലോ 2 റിയാലോ അതൊക്കെ ആ കുടുംബമാണ് തീരുമാനിക്കേണ്ടത്, എത്രയാണ് ആ ക്വാണ്ടം ഓഫ് എമൗണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട്. പക്ഷെ ആ തീരുമാനം ആ കുടുംബം എടുക്കുന്ന സമയത്ത് ആ തീരുമാനത്തെ ബഹുമാനിച്ചുകൊണ്ട്, ആ തീരുമാനത്തിനോടൊപ്പം നിന്നുകൊണ്ട് അവർ പറയുന്ന സമയക്രമത്തിനകത്ത് അത് സമാഹരിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഉൾപ്പെടെയുള്ള പിന്തുണ കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരി സുഭാഷ് ചന്ദ്രൻ. ശ്രീ MS വേണുഗോപാൽ, ഇത് തൻ്റേതല്ലാത്ത കാരണത്താൽ ഇങ്ങനെ ഒരു കേസിൽ പെട്ടുപോയതാണ്. കൊലപാതകം നടന്നിട്ടുണ്ട്, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം അവർ തന്നെ കോടതിയിൽ വിശദീകരിച്ചതാണ്. പക്ഷേ കോടതി അത് കേൾക്കുവാൻ തയ്യാറായില്ല. ഈ ട്രയൽ സമയത്ത് പോലും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഭാഷയുടെ പ്രശ്നമുണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. താൻ കൊലപാതക ഉദ്ദേശത്തിലല്ല ചെയ്തതെന്ന് അവർ കോടതിയിൽ പറഞ്ഞിരുന്നു അല്ലേ? കൊലപാതകം അതിന് താനുണ്ട്, അതിൽ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം അവർ സമ്മതിച്ചതാണ്. അപ്പോൾ ഒരു ദയ അർഹിക്കുന്നുണ്ട് നിമിഷപ്രിയ. പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു അവിടെ ഈ തലാ മെഹദി, അയാളുടെ ഭാഗത്തു നിന്നുള്ള പീഡനം ഉണ്ടായിരുന്നു, യാത്രാരേഖകൾ തടഞ്ഞു വെച്ചിരുന്നു. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഈ കൊലപാതകം നടന്നത്. അപ്പോൾ എന്തായാലും ഈ വധശിക്ഷയിൽ നിന്നുള്ള ഒരു ഇളവ് അത് ഒരു മാനുഷികപരമായ പരിഗണനയാണ്. അതിപ്പോൾ അതിലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ലേ? ഈ നയതന്ത്ര വിജയം എന്ന് പറയാം. അത് രാജ്യവും തമ്മിലുള്ള ഇടപെടൽ, യമനുമായിട്ടുള്ള ഇടപെടലിൽ നേരിട്ടത് ഫലം കണ്ടില്ല എങ്കിലും ഇങ്ങനെയൊരു സമാന്തരമായ ചർച്ചകളിലൂടെ അത് വിജയത്തിലേക്ക് വരികയാണ്. ഇതിൽ 2-3 സെക്ഷനായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, നിമിഷപ്രിയ എന്ന് പറയുന്ന ആ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അവസാന നിമിഷങ്ങളിൽ പോലും അവരുടെ ജീവന് പ്രിയകരമായ വിധത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ കൊണ്ട് അവർക്ക് ജീവിതം നീട്ടിക്കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. 2017 ശേഷം, അതായത് ഈ കൊല 2017 ശേഷം ഇന്ന് വരെ അവർക്ക് ഒരു നീതി ലഭിച്ചോ എന്ന കാര്യത്തിൽ സംശയമാണ്. അത് ലഭിച്ചത് ഈ അവസാന നിമിഷത്തിലെ, നിമിഷപ്രിയയുടെ അവസാന നിമിഷത്തിലെ ഈ ദിവസങ്ങളിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളത് ഇന്ത്യ മുഴുവൻ ആദരിക്കേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം
യമൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്നിപ്പോൾ ഇവിടെ ജവാദ് പറഞ്ഞ പോലെ ആകെ തകർന്നു കിടക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് ഒരു ഭരണകൂടം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. 3 റീജിയണായിട്ട് തിരിഞ്ഞുകൊണ്ട് അവിടെ ഇപ്പോൾ അതിൽ അകപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഏറ്റവും മോശമായൊരു സ്ഥലത്താണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് വന്ന് ഇങ്ങനെ ഒരു കഷ്ടപ്പാടിൽ അവർ പെട്ടത് വലിയ ദയനീയമായി പോയി. കാരണം അവർക്ക് കോടതിയിൽ പോലും ശരിക്കും ഒരു ട്രാൻസ്ലേറ്റർ പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. എനിക്ക് സംശയം അവർക്ക് കോടതിയിൽ അവർക്ക് കിട്ടിയ പീഡനം പറയാൻ അവസരം ലഭിച്ചോ എന്ന് തന്നെയാണ് എനിക്ക് സംശയം. കാരണം ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു ട്രാൻസ്ലേറ്റർ പോലും അവർക്ക് കിട്ടിയില്ല. അവർക്ക് കിട്ടിയ വക്കീലാണെങ്കിൽ യാതൊരു വൈക്കും കൊള്ളാത്ത ഒരു വക്കീലായിരുന്നു. ഇതൊക്കെ അവർ അനുഭവിച്ച വലിയ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ ആദ്യം പ്രാദേശിക കോടതി അവരെ വിധിച്ചു, അതിനുശേഷം വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷ അവിടുത്തെ സുപ്രീം കൗൺസിൽ, അതായത് സുപ്രീം കോടതി, ജുഡീഷ്യൽ സുപ്രീം കൗൺസിൽ എന്ന് പറയുന്നത് ജുഡീഷ്യൽ സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി തന്നെ ശരിവെച്ചു. അപ്പോൾ ശരിവെച്ച് കഴിഞ്ഞാൽ ഈ ശരീഅത്ത് നിയമപ്രകാരം, ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഒരാളെ അങ്ങനെ ശിക്ഷിക്കാൻ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടതിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ചെയ്യാനുള്ളത് ഈ ശരീഅത്ത് നിയമപ്രകാരം അത് ആർക്കാണോ അഫക്റ്റ് ചെയ്തത് അവർക്കാണ് ഒരു മാപ്പ് കൊടുക്കാനുള്ള അവകാശമുള്ളത്. അത് ഇങ്ങനെ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള അവകാശമാണ് ഉണ്ടായിരുന്നത്. ആ അവകാശത്തിന് വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നിമിഷപ്രിയയുടെ അമ്മയും ഒക്കെ അടക്കം പലരും ശ്രമിച്ചെങ്കിൽ പോലും അതൊന്നും ഫലവത്തായില്ല. അതിന് പ്രധാന കാരണം അവിടുത്തെ ഈ ട്രൈബൽ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളവർ, അവിടുത്തെ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ നിമിഷപ്രിയയുടെ വധത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നവരായിരുന്നു എന്നുള്ളതാണ്. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇന്ത്യക്കാരി, പിന്നെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇങ്ങനെ മൃഗീയമായി കൊന്നു എന്നൊക്കെയുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കഥകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അവിടുന്ന് ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഇല്ലായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിനാണെങ്കിൽ നേരിട്ട് അവിടെ ബന്ധപ്പെടാനുള്ള യാതൊരു പഴുതുമില്ല. പിന്നെ 100ഓളം വ്യക്തികളും സംഘടനകളും ഒക്കെ ഇതിനായിട്ട് ശ്രമം നടത്തിയെങ്കിലും ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം യമനിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ നടക്കുന്ന അത്രയ്ക്ക് കലുഷിതമായ പ്രശ്നങ്ങളാണ്. 2,16,00,000 അവിടുത്തെ ജനസംഖ്യ. അതിൽ ഏതാണ്ട് 60 ലക്ഷം ജനങ്ങൾ പട്ടിണിയിലാണ്, മുഴുപട്ടിണിയിലാണ്. അൽ ജസീറയുടെ റിപ്പോർട്ട് ഞാൻ ഒരാഴ്ചത്തെ നോക്കിയത് പ്രകാരം തന്നെ 5 കുട്ടികൾ ഇവിടെ ബോംബ് പൊട്ടി മരിച്ചു. പിന്നെ ഇസ്രായേലിൻ്റെ ഷിപ്പിനെ ഹൂതികൾ ആക്രമിച്ച് അത് തകർത്തു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഹ്യൂമൻ റൈറ്റ്സിന് യാതൊരു വിലയുമില്ല. അവിടെയുള്ളവരുടെ തന്നെ മരണങ്ങളും അവിടെയുള്ളവരുടെ തന്നെ കലാപങ്ങളും അവിടെയുള്ളവരുടെ തന്നെ ഒളിച്ചോടലും ഓടിപ്പോക്കും ഇതൊക്കെ കാരണം അവിടെ ഹ്യൂമൻ റൈറ്റ്സിന് ഒരു സ്കോപ്പ് ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെ എങ്ങനെ ഈ അത്ഭുതം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സാധിച്ചെടുത്തു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയമായി തോന്നുകയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഇറാൻ വഴിയാണ്, ഇറാനിലെ പ്രതിനിധി നമ്മുടെ എംബസിയും ഇറാനിലെ നമുക്ക് ഇറാൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോർഡിനേഷനൊക്കെ നടത്തിക്കൊണ്ട്. കാരണം നേരിട്ട് നമുക്ക് ഹൂതികളുമായിട്ട് അങ്ങനെ ബന്ധപ്പെടാനുള്ള സൗകര്യമില്ല, നമുക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഇല്ല. മറ്റ് പല കാരണങ്ങളാലും ഇസ്രായേലിൻ്റെയൊക്കെ സാമീപ്യമൊക്കെ കൊണ്ടായിരിക്കാം അവർക്ക് നമ്മളോട് വലിയ പകയുള്ള സാഹചര്യങ്ങളുമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് ഇറാൻ വഴി മാക്സിമം ശ്രമം നടത്തി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇൻ്റർനാഷണൽ അമിറ്റി അടക്കമുള്ളവർ പല ശ്രമങ്ങളും നടത്തി. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സിക്യൂഷൻ ഈ വധ നടത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നത്, ഒഫീഷ്യലായിട്ട് ഈ നടത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നത് ഈ യമനാണ്. അവിടെ ഈ 24 തന്നെ അതൊരു റെക്കോർഡാണെന്നാണ് പറയുന്നത് ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ. അപ്പം വധശിക്ഷ നടപ്പിലാക്കുന്ന അവിടെ ഒരു വിട്ടുവീഴ്ചയും നടക്കാത്തൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു വധശിക്ഷ നീട്ടിക്കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ഒരത്ഭുതമായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അത്രയ്ക്ക് വലിയൊരു മഹത്തായ സംഭവമാണ് നടന്നിരിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് അവരുടെ കുടുംബത്തിനും ഞാൻ പറഞ്ഞില്ലേ 2017 മുതൽ ഇന്ന് വരെ കിട്ടാത്ത ഒരു നീതിയാണ് കിട്ടിയിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കഠിനാധ്വാനിയായ സ്ത്രീയാണ്. അവർ ജീവിക്കാൻ വേണ്ടി അവിടെ പോയതാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അവിടെ. കാരണം കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടി ജീവിച്ച അവരുടെ കുടുംബമടക്കം അമ്മയടക്കമുള്ളവർ വളരെ ബുദ്ധിമുട്ടി ജീവിച്ചവരാണ്. അവരവിടെ ചെന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഉണ്ടാക്കിയത്. അതിനുവേണ്ടിയാണ് ഈ തലാൽ മെഹദിയായിട്ട് കൂട്ട് ഉണ്ടാക്കിയതും. അങ്ങനെ മാത്രമേ അവിടെ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്താൻ കഴിയുള്ളൂ. അതിനുവേണ്ടി അവർ ശ്രമം നടത്തുകയും 2015 അവരോട് പലരും പറഞ്ഞെന്നാണ് പറയുന്നത്, അവിടുന്ന് വിട്ടുപോക്കോ, കാരണം ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പോലും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി അവിടെ വന്ന സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഇത് 1-2 വർഷം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എനിക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇയാളുടെ നിരന്തരമായ ശല്യവും
അതുപോലെ തന്നെ പണം ഉൾപ്പെടെയുള്ളത് ഇവരെ സമ്പാദിക്കുന്ന അപഹരിച്ച് പോവുകയും കൂടെ ചെയ്യുന്നത് കണ്ടപ്പം ഈ കഷ്ടതകൾ എനിക്ക് എന്തിനാണ്, ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ഡോക്ടർ വഴി ഇങ്ങനെ ഒരു സൊല്യൂഷൻ അവർ കണ്ടത്, ഇയാളെ മയക്കി കടത്തിയിട്ട് രക്ഷപ്പെടുക എന്നത്. പക്ഷേ മയക്കി കടത്തിയ എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചതെങ്കിലും അതിൻ്റെ ഡോസ് കൂടിപ്പോയതുകൊണ്ട് ഇയാളുടെ മരണമാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് അവർ ഇൻറ്റൻഷനലി ഒരു കൊല നടത്തിയിട്ടില്ല എന്നുള്ളത് അവിടുത്തെ കോടതികളെ പോലും കൺവിൻസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴാണ് നിമിഷപ്രിയയുടെ അവസാന നിമിഷങ്ങളിലാണ് നിമിഷപ്രിയയ്ക്ക് നീതി കിട്ടിയത്. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വഴിയാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. കാരണം ഇതൊരു ദൈവത്തിൻ്റെ ഒരു അത്ഭുത കളി പോലെയാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. ശരി, ശ്രീ മജീദ് കക്കാട്ട്, ഇപ്പോൾ അവിടെ തന്നെ ഈ പറയുന്ന പേരിവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കൊല്ലപ്പെട്ടയാൾ, ആ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ മാത്രമല്ല അയാൾ ഉൾപ്പെട്ട ഗോത്രവും അവിടെ വലിയൊരു പ്രതിഷേധത്തിലായിരുന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. കാരണം അവർ ഒരു തരത്തിലും ഇതിലൊരു ഒത്തുതീർപ്പിന് തയ്യാറല്ല. അതുമാത്രമല്ല, അവർ ഏതു തരത്തിലും ഈ വധശിക്ഷ നടപ്പിലാക്കണം എന്ന് വാദിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധം പോലും ഉണ്ടാക്കിയവരാണ്. അതുകൊണ്ട് അങ്ങോട്ട് അടുക്കുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നുവല്ലോ. മറിച്ച് കുറേയേറെ വാർത്തകൾ വന്നിരുന്നു, അവിടെ ചർച്ച നടക്കുന്നുണ്ട്, ഗോത്രത്തലവന്മാരുമായി ചർച്ചയുണ്ട് എന്നൊക്കെ. അതൊന്നും യഥാർത്ഥത്തിൽ നടക്കാത്ത സംഭവങ്ങളായിരുന്നു, പൊലിപ്പിച്ചു കാട്ടിയവയായിരുന്നു. തീർച്ചയായിട്ടും ഇത് അവിടെ ഒരു പ്രമാദമായ ഒരു കൊലക്കേസ് തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ളത് പോലെ ആ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ വളരെ പ്രമാദമായിരിക്കുന്ന ഒരു കൊലപാതകമാണിത്. ആ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു കൊലപാതകം നടത്തിയ ആളെ വധശിക്ഷയ്ക്ക് വിധിച്ച സാഹചര്യത്തിൽ ആ ശിക്ഷ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബമായിരിക്കും ഇവരെല്ലാവരും എന്നത് നമുക്ക് കേവലം ഊഹിക്കാൻ കഴിയുമല്ലോ. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് അവരെ പ്രമാദമായതും വധശിക്ഷ വിധിച്ചതും അർഹിക്കുന്നതുമാണെന്ന് അവർ ധരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ കുടുംബത്തെ മാറ്റി ഇത് ഒരു ഇസ്ലാമിക നിയമപ്രകാരം തന്നെ ഒരു ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുത്ത് ഒരു വിശേഷിച്ച് ഒരു സ്ത്രീയായ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന് നിങ്ങൾ ഭാഗവാക്കാകണം എന്ന് മതപണ്ഡിതന്മാരും അവിടെയുള്ള ഉന്നത നേതൃത്വവും പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനംമാറ്റം, ഈ മനംമാറ്റമാണ് നമ്മുടെ ഇവിടെ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇനിയും ആ മനമാറ്റം കുറെ കൂടി ഉയർന്ന തലങ്ങളിലേക്ക് പോകാനുണ്ടല്ലോ. തീർച്ചയായിട്ടും കുറച്ചുകൂടി ഉയർന്ന തലങ്ങളിലേക്ക് പോകാനുണ്ട്. അതായത് ഈ കുടുംബം എല്ലാവരും ബ്ലഡ് മണി സ്വീകരിച്ചോ ഇനി അല്ലാതെ ഞങ്ങൾ ഒന്നും സ്വീകരിക്കാതെയോ ഇത് പൊരുത്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ അത് കഴിഞ്ഞാൽ തന്നെ അതിന് ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ടാണെങ്കിൽ അതിന്റെ രൂപ എത്രയെന്നും അത് കൈമാറ്റ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാലും പിന്നീട് അതിന്റെ നിയമപരമായിരിക്കുന്ന കടലാസ് വർക്കുകൾ മറ്റുള്ളതെല്ലാം കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് സാവകാശങ്ങൾ സമയം ഇനിയും വേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ടീമിനെ, അതായത് ഈ കുടുംബത്തിനെ ഒന്നിച്ചു സാധിച്ചു. ആ സാധിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നേതൃപരമായ പങ്കാളിത്തം വഹിക്കാൻ കാന്തപുരം ഉസ്താദിന് സാധിച്ചു എന്നതാണ് നമ്മൾ ഇവിടെ നോക്കിക്കാണേണ്ട ഏറ്റവും നല്ല പോയിന്റ്. അത് അദ്ദേഹത്തിന്റെ യമനുമായുള്ള ആത്മബന്ധത്തിന്റെയും അവിടെയുള്ള മത നേതൃത്വവുമായുള്ള സ്നേഹ ബഹുമാന ആദരവുകളുടെയും പിൻബലത്തിലാണ് എന്നത് നമുക്ക് ഈ സമയത്ത് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ശുഭകരമായ ഒരു പര്യവസാനത്തിന് വേണ്ടി എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, അതങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നാണ് ഈ സമയത്ത് എനിക്ക് അവസാനം. മജീദ്, അതിനിടയ്ക്ക് ഇപ്പോൾ അവിടെ ആക്ഷൻ കൗൺസിലിന്റെ പ്രധാനപ്പെട്ടയാൾ ഉണ്ട്, യമനിൽ ഇപ്പോഴും ഉണ്ട്, സാമുവൽ ജെറോം. നിമിഷപ്രിയയുടെ അമ്മയും അവിടെയാണല്ലോ, യമനിൽ മകളെ കാണാൻ പോയതാണ്, ഇപ്പോഴും നിമിഷപ്രിയയുടെ അമ്മ അവിടെയുണ്ടല്ലോ. സാമുവൽ ജെറോം ഉച്ചയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ മറ്റൊരു രീതിയിൽ കോടതിയെ സമീപിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട് എന്ന്. അതിലെന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നോ? ഇത് സമാന്തരമായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നിരുന്നു അവിടെ? ഈ ചർച്ചയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു സാമുവൽ ജെറോം. അതായത് കാന്തപുരവും ഈ ഗോത്രവർഗങ്ങളുമായിട്ടുള്ള ചർച്ച, ഈ മതപണ്ഡിതന് ഇടപെട്ട കാര്യം, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്ന് സാമുവൽ ജെറോം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇല്ല എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നോ? അദ്ദേഹവുമായി, സാമുവൽ സാറുമായി ഇത് ബന്ധപ്പെടുന്നുണ്ടോ എന്നും അദ്ദേഹം ഇത് അറിയുന്നുണ്ടോ എന്നതും എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം കാന്തപുരം ഉസ്താദ് ഇത് നേരിട്ട് ഏറ്റവും ആത്മബന്ധമുള്ള ആ പണ്ഡിതനുമായിട്ടാണല്ലോ ബന്ധപ്പെടുന്നത്. അതിനിടയിൽ സാമുവൽ സാറുമായുള്ള ഒരു ബന്ധപ്പെടലുകളോ അന്വേഷണങ്ങളോ ഇതിന്റെ കൂട്ടത്തിൽ നടന്നിട്ടുണ്ടാകാൻ സാധ്യത പൊതുവിൽ നമുക്ക് കുറവായിട്ടാണ് കാണുന്നത്. അങ്ങനെ സാധ്യത ഉണ്ടാകാൻ അദ്ദേഹം അവിടെ ഉള്ളത് തന്നെ ഒരു പക്ഷേ ഈ ബന്ധങ്ങളുടെ ഉമർ ഹഫീദുമായി ബന്ധപ്പെടുമ്പോൾ ഈ സാമുവൽ സാർ അവിടെ ഉള്ള കാര്യം ഒരു പക്ഷേ കാന്തപുരം ഉസ്താദ് അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം
കാന്തൂർ ഉസ്താദിനോ അല്ലെങ്കിൽ അവിടെയുള്ള ഉമർ ഹഫീൽ അടക്കമുള്ള ഈ ടീമിനോ അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ എനിക്കറിയില്ല. ശരി, ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ താങ്കൾ കണ്ടിരുന്നുവല്ലോ അല്ലേ സാമുവൽ ജെറോം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്? അദ്ദേഹം അവിടെ നിന്ന് തത്സമയം വന്നിരുന്നു. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പമുള്ളതായിട്ടും കാണുന്നുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ തടസ്സമാകുന്നോ എന്നുള്ളൊരു പ്രയാസം കൂടി ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ പറയുകയും ചെയ്തിരുന്നുവല്ലോ, ഇത് സർക്കാരിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, പക്ഷേ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന്. അപ്പോൾ അതൊരു ആശയക്കുഴപ്പമായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഇതിലുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇത് ഒരു നല്ല ചാനൽ വഴി, സാധ്യമാകുന്ന ഏറ്റവും നല്ല ഒരു ചാനൽ വഴി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവർക്കും അവിടെ നിലവിലുള്ള സാമൂൽ സാറിനും നിമിഷപ്രിയയുടെ അമ്മയ്ക്കും ഒക്കെ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ സംഗതികൾക്ക് എളുപ്പം വരുത്താൻ ഇടപെടൽ നടത്താൻ സാധിക്കുമല്ലോ. ശരി ഷാബു. അല്ല, പറഞ്ഞില്ല, ഇതൊരു വലിയ എഫർട്ടാണ് മഞ്ജുഷേ. ഒരുപാട് പേര് ഇൻവോൾവ് ചെയ്യുന്ന, എല്ലാ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്യുന്ന, വളരെ എത്ര നാളായിട്ട് നടക്കുന്ന വലിയ ഒരു എഫേർട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ചിലയിടത്ത് പല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതിനെ നമ്മൾ വലിയ കാര്യമായിട്ട് വലിയൊരു സംഭവമായിട്ട് കാണേണ്ടതില്ല. അതൊക്കെ നിമിഷം കൊണ്ട് പരസ്പരം ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഇതിപ്പോൾ ഇവിടം വരെ എത്തിയല്ലോ. കാര്യം എന്തായാലും ഈ അവസാന നിമിഷമാണെങ്കിലും ശ്രീ വേണുഗോപാൽ സാർ പറഞ്ഞതുപോലെ ഒരു ദൈവത്തിൻ്റെ കരമെന്ന പോലെ അത് ഒരു വലിയ സംഭവം തന്നെ, വലിയൊരു കാര്യം തന്നെയാണത്. അവസാന നിമിഷത്തിൽ അത് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇൻവോൾവ് ചെയ്യും, ഒരുപാട് പേരുടെ എഫർട്ട് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില കമ്മ്യൂണിറ്റി, അതും ഈ യമൻ എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടെ നമുക്ക് അവിടെ നിന്ന് ബന്ധപ്പെടുക എന്ന് പറയുന്നത് പോലും വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ചിലയിടത്തൊക്കെ ചില ഏകോപനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാകാം. അത്രയേ ഉള്ളൂ. അതിനെ വലിയ സീരിയസ് ആയിട്ടൊന്നും കാണേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ശരി, നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കൽ കടന്നിരിക്കുകയാണ്. ശ്രീ MS വേണുഗോപാൽ, ഇനി ഈ തടസ്സമില്ല എന്നിവിടെ ജവാദ് പറഞ്ഞപ്പോൾ ഒരു അത്ഭുതത്തോടു കൂടിയാണ് കേട്ടതില്ല. കാരണം ബ്ലഡ് മണി സ്വീകരിക്കുവാനായിട്ട് ആ കുടുംബം തയ്യാറായിട്ടില്ല എന്ന് ഇന്നലത്തെ ചർച്ചകൾക്ക് ശേഷം പറഞ്ഞിരുന്നതാണ്. ഇന്ന് രാവിലെയും അങ്ങനെയായിരുന്നു, ചർച്ചകൾ പുനരാരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ എന്തോ വലിയ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഈ ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്ന അദ്ദേഹം സൂഫി പണ്ഡിതൻ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. പ്രത്യേകിച്ച് ഹൂതികളുമായിട്ട് ഇടപെടാനും അവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനും, അതുപോലെ തന്നെ ലീഗൽ ഫോറത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഇതിന് അത്യാവശ്യമാണ്. കാരണം ഇവരെ ബന്ധപ്പെടുത്തി അവരെ കൺവിൻസ് ചെയ്യേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട്. പക്ഷേ ഈ ട്രൈബൽ വിഭാഗങ്ങളിലാണ്, ആ ട്രൈബ്സിൻ്റെ ഒരു പ്രഷറാണെന്നാണ് പറയുന്നത്. ഈ ഉമ്മയും സഹോദരനും, തലാലിൻ്റെ ഉമ്മയും സഹോദരനും വളരെ അഡമൻ്റായിട്ട് നിൽക്കുകയാണ് വധത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവരോടൊപ്പം അവരെ കൂടുതൽ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഈ ട്രൈബൽ വിഭാഗങ്ങൾ കൂടെ നിന്നതുകൊണ്ടാണ് ഇത്ര കടുത്ത രീതിയിൽ പോയത്. ഇത്രയും വലിയ ഇൻ്റർനാഷണൽ കമ്മിറ്റിയെ പോലുള്ള ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകൾ പോലും ബന്ധപ്പെട്ടിട്ടും ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ ഏതാണ്ട് അവസാന നിമിഷം വരെ നിമിഷപ്രിയയ്ക്ക് നീങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് സത്യം. ഇനി ഒറ്റ അഭയം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ഈ ട്രൈബൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്തെടുക്കുക. ഒരുപക്ഷെ ഉമ്മയും സഹോദരനും സമ്മതിച്ചേക്കാം എന്നും കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അവർക്ക് ഒരു സാമ്പത്തിക ലാഭം കിട്ടുന്നതിന് അവരെ അനുവദിക്കേണ്ടതാണ്. പക്ഷേ അവർക്ക് അത്രയധികം ഇതിലെന്തോ വൈകാരികമായ വൈഷമ്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ജവാദ് പറഞ്ഞ പോലെ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി വളരെ വയലൻ്റായിട്ട് നിൽക്കുകയാണ്. ഇത് ഒരു ഒത്തുതീർപ്പ് അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത്. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എന്തായാലും വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നടക്കുന്ന ചർച്ചകൾ ശുഭോദർക്കമായിട്ട് തന്നെ വരും. അങ്ങനെ വന്നാൽ മാത്രമേ ഇതിനകത്തൊരു വിജയം നേടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇനി കോടതിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. കാരണം അവിടുത്തെ സുപ്രീം കോടതി തന്നെയാണ് ഈ വധശിക്ഷ ശരിവച്ചിരിക്കുന്നത്. ഇനി ഈ ഉമ്മയ്ക്കും സഹോദരനും അടക്കമുള്ള കുടുംബത്തിനാണ് ഈ മണി സ്വീകരിച്ചുകൊണ്ട് ഇവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കാനായിട്ട് കഴിയുക. അതിനുള്ള പ്രഷറാണ് ഇപ്പോഴത്തെ ഈ സൂഫി പണ്ഡിതനടക്കമുള്ളവർ, ഷെയ്ഖ് ഉമർ, ഹബീബ് ഉമർ അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പല ഏജൻറ്റുകൾ വഴിയായിട്ടും നിയമപരമായിട്ടും ഒക്കെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവസാന നിമിഷം വിജയത്തിലെത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു വിജയം ഉണ്ടായി കാണാൻ അങ്ങനെ നിമിഷപ്രിയയ്ക്ക്
നിമിഷങ്ങളല്ല, അവരുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മുടെ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ അവർ എത്തി നിൽക്കുമ്പോൾ ആ ഒരു സത്പ്രവൃത്തി ഈ ട്രൈബൽസിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാകും. അങ്ങനെ അവർക്ക് വിടുതൽ കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ അവരുടെയും പ്രതീക്ഷ. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ ജവാദ് പറഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷ കൂടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ മജീദ് കക്കാട്, എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ പറ്റുമോ ഈ അവസരത്തിൽ? മർക്കസിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ചർച്ചയുടെ ഓരോ നിമിഷവും ഓരോ കാര്യവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അറിയിക്കുന്നുണ്ട് എന്നാണല്ലോ. തീർച്ചയായിട്ടും കാര്യങ്ങൾ അവരുടെ ചർച്ചയുടെ പുരോഗതികൾ യഥാസമയം അറിയിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഔദ്യോഗികമായി അവരുടെ സ്ഥിരീകരണം റിപ്പോർട്ടുകൾ വരുന്നതിന് മുറയ്ക്ക് നമുക്കത് പുറത്തേക്ക് പാസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോ ഔദ്യോഗികമായുള്ള ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി നമുക്ക് നല്ല നിലയിൽ കാത്തിരിക്കാം എന്നത് ശുഭപ്രതീക്ഷയോട് കൂടി, അല്ല പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അവിടെ ചർച്ചകൾ വളരെ രീതിയിൽ പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇടപെടലുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞല്ലോ, വയലന്റ് ആയിരിക്കുന്ന ഒരു ഗോത്ര സമൂഹത്തിന്റെ ഇടയിൽ ഒരു ഡെഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിടുതൽ കൊടുക്കാൻ ഒരു അനുകൂലമായി ഒരു സമീപനം സ്വീകരിക്കാൻ അവകാശമുണ്ട്, അതിന് അധികാരമുണ്ട്. ഇസ്ലാമിക ശരീഅത്തിൽ അതിന് നിങ്ങൾക്ക് കഴിയുമെന്ന് ആ കുടുംബത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനുള്ള വിജയമാണ് ഇതിന്റെയൊക്കെ ശുഭകരമായ പര്യവസാനം എന്ന് എല്ലാവർക്കും അറിയാം. ആ അർത്ഥത്തിൽ അവിടെ നിരന്തരമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഔദ്യോഗികമായി അത് അന്തിമമായി അവർ തീരുമാനിച്ചു കഴിഞ്ഞ് രേഖകൾ നമുക്ക് കൈമാറുന്നതിലൂടെ മാത്രമേ നമുക്കത് പുറത്തേക്ക് പറയാൻ കഴിയൂ. പക്ഷേ പ്രതീക്ഷയുണ്ട്. ജവാദ് നേരത്തെ പറഞ്ഞ കാര്യം അവിടെ സന്നദ്ധരായിട്ടുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം അവിടെയുള്ള ഗോത്ര സമൂഹത്തിന്റെ ഇടയിൽ എല്ലാവരും പറഞ്ഞല്ലോ, ഗോത്ര സമൂഹത്തിനിടയിൽ നല്ല സ്വാധീനമുള്ള, ഇൻഫ്ലുവൻസ് ഉള്ള, ഹൂത്തികൾക്കിടയിൽ വരെ നല്ല അഭിപ്രായമുള്ള ഒരു ഉന്നതനായ നേതൃത്വമാണ് അവിടെ ഇതിനു വേണ്ടി കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഇടപെട്ടത് എന്ന് തന്നെ നമ്മൾക്ക് നല്ല മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന പ്രതീക്ഷ ആണ് വരുന്നത് മാത്രമേ ഇപ്പൊ പറയാൻ കഴിയൂ. ബാക്കിയുള്ളത് യഥാസമയം ശുഭകരമായി വരും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. ശരി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന കാര്യം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു മനുഷ്യത്വമാണ് അവിടെ പരിഗണിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു ആപത്ഘട്ടത്തിൽ ഒരു മലയാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തുനിഞ്ഞിറങ്ങി എന്നുള്ളതാണ്. അതും അവസാന മണിക്കൂറിലാണ് ആ ശ്രമം തുടങ്ങിയത്. അതല്ലായിരുന്നുവെങ്കിൽ നാളെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരുപക്ഷെ നടപ്പിലാക്കിയേനെ. ശരിക്കും ഇതൊരു കൊലപാതകമായിരുന്നില്ല. നിമിഷപ്രിയ രക്ഷപ്പെടാനുള്ള അവസാനത്തെ മാർഗമായിട്ട് ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഒരു സഡേഷൻ കൊടുത്തതാണ്. ഈ സഡേഷൻ കൊടുത്തത് അവരുദ്ദേശിച്ചത് ഇയാൾ ഈ പാസ്പോർട്ടൊക്കെ തപ്പിയെടുക്കുന്നതിനിടയിൽ ബോധം വരരുത്, അതുകൊണ്ട് ഡോസേജ് കൂടിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് പക്ഷേ ട്രൈബൽസിനെയും ഈവൻ കോടതിയെ പോലും കൺവിൻസ് ചെയ്യാനായിട്ട് നിമിഷപ്രിയ കഴിഞ്ഞില്ല. അവർക്കൊരു ട്രാൻസ്ലേറ്റർ ഇല്ലായിരുന്നു, അവരുടെ വക്കീൽ വളരെ മോശമായിരുന്നു. മാത്രമല്ല ഇയാളെ വിവാഹം കഴിച്ചിരുന്നു നിമിഷപ്രിയ എന്ന രീതിയിലുള്ള രേഖകൾ പോലും അവിടെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ആ കൃത്രിമമായ രേഖ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയില്ല. കാരണം ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ആ പാർട്ട്ണർഷിപ്പിൽ അവർക്ക് ബിസിനസ് തുടങ്ങാം. അല്ലാതെ ഒരു സ്ട്രേഞ്ചർക്ക് ഒരു സ്ത്രീയുമായിട്ട് അങ്ങനെ ചേർന്ന് ഒരു ബിസിനസ് നടത്താൻ അവിടെ കഴിയില്ല. അവരുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് തന്നെ ആയിരിക്കണം. ഹസ്ബൻഡ് ആയിരിക്കുമ്പോഴും വെച്ച കണ്ടീഷൻ നിമിഷപ്രിയ ഇതൊക്കെ തന്നെയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇത് ബിസിനസ്സിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ റെക്കോർഡിൽ മാത്രമായിരിക്കും ഈ ബന്ധങ്ങൾ എന്നുള്ളതാണ്. അതനുസരിച്ചാണ് നിമിഷപ്രിയ നീങ്ങിയിട്ടുള്ളത്. മറ്റു പലപ്പോഴും പല കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കിത് വേണം, ഇങ്ങനെ അനുഭവിച്ചു. പക്ഷേ അവർ പൂർണ്ണമായും ഒരു നല്ല മനസ്സും നല്ല ശുദ്ധിയുള്ള ഒരു കേരള സ്ത്രീയായിരുന്നു. അവർ ആ പതിവ്രതയായിട്ട് നിന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലതേ സംഭവിക്കൂ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ശരി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അവിടെ ജാതിയോ മതമോ വേർതിരിച്ചല്ല, മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. തൽവിഷയത്തിൽ
നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. ശ്രീ ഷാബു പ്രസാദ്, മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ ഈ വിഷയത്തിൽ വന്നതാണ്. ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അതേസമയം മറ്റു ചിലരുടെ കാര്യങ്ങളിൽ ഇടപെട്ടു. അവിടെ മതം പോലും അവിടെ ഒരു വിഷയമായി വന്നതാണ്. അവിടെ ഒരു നല്ല ഒരു ഉദാഹരണമായിട്ട് കാന്തപുരത്തിൻ്റെ ഈ ഇടപെടൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കുള്ള കൃത്യമായൊരു മറുപടിയാണിത്. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇവിടെ ഈ കാന്തപുരത്തിൻ്റെ ആ ഇടപെടലും അതിൻ്റെ ആ ഒരു ഫലപ്രാപ്തിയും അങ്ങേയറ്റം പോസിറ്റീവായിട്ടും സന്തോഷത്തോടെയും കൂടി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ലോകം ഇന്നത്തെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരുപാട് പല രംഗങ്ങളിലും ഒരുപാട് വിഷലിപ്തമാണത്. അത് നമുക്കത് പലപ്പോഴും പരിഹരിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും പോയിട്ടുണ്ട്. ഞാനതൊന്നും വെറുതെ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞ് ഞാനിവിടെ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇത് നമ്മൾ ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട നിമിഷമാണ്. പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെയും നിമിഷങ്ങളാണത്. ഇവിടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ വലിയ ഒരു പരിശ്രമം കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകിൽ നടക്കുന്നു, കൂട്ടായി നടക്കുന്നു. അത് ചിലത് പുരോഗതി കുറച്ചൊക്കെ ഫലത്തിലേക്ക് പോകുന്നു, ചിലത് ഒട്ടും പോകുന്നില്ല. എന്തായാലും അങ്ങനെ പല മാർഗങ്ങളിൽ അവസാനം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ ഒരു ഇടപെടലിൽ വലിയ ഒരു ബ്രേക്ക് ത്രൂ ഇവിടെ ഉണ്ടാകുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ നാടിൻ്റെ വിജയമാണത്, നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയുടെ വിജയമാണത്. രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. രാജ്യത്തിനൊരാവശ്യം വന്നപ്പോൾ എല്ലാം മറന്നുകൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മത ജാതി ചിന്തകളും താല്പര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഒരു പൗരയ്ക്ക് വേണ്ടിയിട്ട് 145 കോടി പൗരന്മാരിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു മകളുടെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കാരണവർ രംഗത്ത് വന്നു എന്നുള്ളത് അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. അത് നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ വിജയമാണത്. അതിലൊരു സംശയമില്ലാത്ത കാര്യം. ഞാൻ ബാക്കിയുള്ള മഞ്ജുഷ സൂചിപ്പിച്ച വിഷയങ്ങളിലേക്കൊന്നും ശരി, അത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അത് ശരിയാണ്. ഈ ഒരു സമയത്ത് അത്തരം വിഷയങ്ങളിലേക്ക് ചർച്ചകൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. ശ്രീ MS വേണുഗോപാൽ, അങ്ങനെ ചില കാര്യങ്ങളും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണല്ലോ. തീർച്ചയായിട്ടും അത് നമ്മുടെ സാർ പറഞ്ഞ പോലെ തന്നെ ഇത്തരം സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിവരക്കേടുകൾ ഒത്തിരി പേര് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടുകൂടി ഇത് വളരെ മ്ലേച്ഛമായ കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നുള്ളതാണ്. പല രാഷ്ട്രങ്ങളിലും അത്തരത്തിൽ ഇന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പോലും പലപ്പോഴും പല അക്രമങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നത് നമ്മൾ കാണുകയാണ്. പക്ഷേ ഇന്ത്യയിൽ അത്രത്തോളം ഭീകരമായിട്ട് പോകാതെ നിൽക്കുന്നത് എല്ലാ വിഭാഗങ്ങളും നടത്തുന്ന ആത്മസംയമനം കൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ നേതൃത്വം, ഇപ്പോൾ കാന്തപുരം മുസ്ലിയാരെ പോലെയുള്ള ഇവരുടെയൊക്കെ നേതൃത്വം അടക്കം, അതുപോലെ തന്നെ മറ്റ് മത സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്ന ചില വ്യക്തികൾ ഇങ്ങനെയുള്ള വിദ്വേഷം നടത്തുമ്പോൾ പോലും നമ്മുടെ നേതൃത്വത്തിൽ പലരും വളരെ ആത്മസംയമനത്തോടു കൂടി രാഷ്ട്രം ഒന്നായി പോകണം, ജനങ്ങളൊന്നായി പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അത് അടിവരയിട്ട് പറയേണ്ടതുമാണ്. അത് മാത്രമല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു സ്ഥലമില്ല. നമ്മൾ ഏത് ജാതിയാണ്, ഏത് മതമെന്ന് പറഞ്ഞാലും നമുക്ക് മറ്റൊരു രാഷ്ട്രത്തിൽ ചെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാ രാഷ്ട്രങ്ങളും ഇന്ന് പ്രതിസന്ധിയിലാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പല വിധത്തിലുള്ള അന്തഃഛിദ്രങ്ങളിൽ നിൽക്കുകയാണ്. അതിൽ വളരെ സേഫായിട്ട് നമുക്കിപ്പോൾ കുറച്ച് ചെറിയ ചെറിയ തൊഴിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള ഒരു രാഷ്ട്രമാണ്. ഏത് ജാതിക്കാരനും ഏത് മതക്കാരനും വളരെ സുഖമായിട്ടും സംതൃപ്തിയോടും ജീവിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർ നടത്തിയതുപോലെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന അനവധി മത നേതാക്കളും രാഷ്ട്ര നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഈ ഉദ്യമം അന്തിമമായി ഫലം കാണട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും ജവാദ് ഇവിടെ പറഞ്ഞതുപോലെ ആ കുടുംബം ഈ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ
നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാകുവാനുള്ള സാഹചര്യവും ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് കരുതാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഇളവ് കിട്ടുമോ എന്നാണ്. 85% പ്രേക്ഷകരും ഇളവ് കിട്ടും എന്ന് വിശ്വസിക്കുകയാണ്. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.